ആദീസ് ന്യൂട്രിക്കോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്ന വിഷയം ഡയബറ്റീസ് ഫുഡ് കെയർ. പ്രമേഹമുള്ളവരിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് കാലിന്റെ വെള്ളയിലും കാലിന്റെ വിരലുകൾക്കിടയിലും ഒക്കെ മുറിവുകൾ ഉണ്ടായിട്ട് അത് ഉണങ്ങാതാവുകയും അത് പിന്നീട് പഴുക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക. ഇതിനെയാണ് നമ്മൾ ഫുഡ് അൾസർ, ഡയബറ്റിക് ഫുഡ് അൾസർ എന്ന് പറയുന്നത്. സോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. പ്രമേഹത്തിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞ കണ്ടീഷൻ. ഒന്ന് നെഫ്രോപ്പതി. പ്രമേഹം നമ്മുടെ കിഡ്നിയെ ബാധിക്കുന്ന ഒരവസ്ഥയാണ് ഈ പറഞ്ഞ നെഫ്രോപ്പതി എന്ന് പറയുന്നത്. റെറ്റിനോപ്പതി, പ്രമേഹം നമ്മുടെ കണ്ണുകളെ അഫക്ട് ചെയ്യുന്ന ഒരവസ്ഥയാണ്. ന്യൂറോപ്പതി, നമ്മുടെ നെർവ് സെൽസിനെ ഒക്കെ അഫക്ട് ചെയ്യുക. അതായത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻസ് ഒക്കെ കുറഞ്ഞിട്ട് നമുക്ക് അവിടെ ചെറിയൊരു തരിപ്പ് മാത്രമായിരിക്കും ചിലപ്പോൾ ഫീൽ ചെയ്യുക. അപ്പോൾ ആ നെർവ്സിനെ അഫക്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഈ പറഞ്ഞ ന്യൂറോപ്പതി എന്ന് പറയുന്നത്. ഈ ഡയബറ്റിക് ഫുഡ് അൾസർ ന്യൂറോപ്പതിയുടെ ഒരു ഭാഗമാണ്. പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ, പ്രധാനമായിട്ട് ഫുഡ് അൾസർ പോലെയുള്ള അവസ്ഥകൾ ഒഴിവാക്കാനായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്യാന്നുള്ളതാണ്. അതിന്റെ ഒപ്പം തന്നെ പ്രോപ്പർ ആയിട്ട് എക്സസൈസ് ചെയ്യുക. മൂന്നാമതായിട്ട് നമ്മുടെ ബ്ലഡ് ഷുഗർ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നാലാമതായിട്ട് ഇതിന്റെ എല്ലാം കൂടെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മരുന്നെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മുടെ ഡയബറ്റീസിനെ മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ ചെയ്യേണ്ട കാര്യങ്ങൾ. എന്തൊക്കെയാണ് നമ്മുടെ ഫുഡ് കെയർ എന്ന് നമുക്ക് നോക്കാം. ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കാലുകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ കാലിൽ ചെറിയ ചെറിയ കുമിളകൾ ഉണ്ടാവുന്നുണ്ടോ, അതും വെള്ളം നിറഞ്ഞിട്ടുള്ള തരത്തില് കുമിളകൾ ഉണ്ടാകുന്നുണ്ടോ, ചെറിയ മുറിവുകൾ സംഭവിച്ചിട്ടുണ്ടോ, ടെൻഡർനെസ് ഫീൽ ചെയ്യുന്നുണ്ടോ, ചെറിയ നീറ്റൽ അനുഭവപ്പെടുക, കാലിന്റെ വിരലിനിടയിലൊക്കെ പുകച്ചിൽ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് ഡെയിലി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമതായിട്ട് നമ്മുടെ കാലുകൾ കഴുകി വൃത്തിയാക്കുക. നമ്മൾ ഡെയിലി കുളിക്കുന്നവരായിരിക്കും, 2 നേരവും 3 നേരവും ഒക്കെ കുളിക്കുന്നവരായിരിക്കും. പക്ഷെ കാല് കഴുകുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെയിലി ചൂടുവെള്ളത്തിൽ നമ്മുടെ കാലുകൾ മുക്കി വെച്ചതിന് ശേഷം നല്ല കോട്ടൺ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് കാലിന്റെ വെള്ളയിലെയും വിരലുകൾക്കിടയിലുമുള്ള വെള്ളം നന്നായി തുടച്ച് ഡ്രൈ ആക്കുക എന്നുള്ളതാണ് രണ്ടാമതായി ചെയ്യേണ്ട കാര്യം. മൂന്നാമതായിട്ട് കാലുകളിൽ എപ്പോഴും നമ്മൾ ചെരുപ്പിടുക. അതായത് നമ്മൾ വീടിനുള്ളിലാണെങ്കിൽ പോലും ചെറിയ മുറിവുകൾ ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനായിട്ടാണ് നമ്മൾ ചെരുപ്പുകൾ ഉപയോഗിച്ച് നടക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പുറത്തു പോകുകയാണെങ്കിലും നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങുകയാണെങ്കിലും ഈവൻ നമ്മുടെ വീടിനുള്ളിലാണെങ്കിൽ പോലും കാലുകളുടെ സുരക്ഷയ്ക്കായിട്ട് നമുക്ക് ചെരുപ്പിട്ട് നടക്കാം. ഡയബറ്റീസ് ഉള്ളവർക്ക് മുറിവുകൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഉണങ്ങാനായിട്ട് ഒരുപാട് കാലതാമസം എടുക്കും. അത് പിന്നീട് ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യത ഉണ്ടാകും. അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെരുപ്പുകൾ എപ്പോഴും കാലിൽ ധരിക്കുക എന്ന് പറയുന്നത്. നാലാമതായിട്ട് കാലിൽ സോക്സുകൾ ധരിക്കുക. പ്രധാനമായിട്ടും കോട്ടന്റെയോ അല്ലെങ്കിൽ അക്രിലിക് ഫൈബർ മെറ്റീരിയലിന്റെയോ ഒക്കെ സോക്സ് ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ്. അഞ്ചാമതായിട്ട് നമ്മുടെ കാലുകൾ ഫിറ്റ് ആയിട്ടിരിക്കാനുള്ള തരത്തിലുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുക. വിരലുകളൊക്കെ ഒരുപാട് ടൈറ്റ് ആയിട്ടിരിക്കുന്ന തരത്തിലുള്ള ഷൂസ് ഉപയോഗിക്കാതിരിക്കുക. അതേപോലെ തന്നെ ഹൈ ഹീൽ ചെരുപ്പുകൾ, ഒരുപാട് കാലിന് പ്രഷർ കൊടുക്കുന്ന തരത്തിലുള്ള ഹൈ ഹീൽസ് ഒന്നും ഉപയോഗിക്കാതെ ഇരിക്കുക. കാലിന് ഫിറ്റ് ആയിട്ടും അതേസമയം കംഫർട്ട് ആയിട്ടും ഇരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുക. നമ്മുടെ നെയിൽസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ട്രിം ചെയ്ത് വെക്കുക. അതായത് പലപ്പോഴും കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ തള്ളവിരലിലെ നഖമൊക്കെ നമ്മൾ ഇംപ്രോപ്പർ ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകും. അപ്പൊ പ്രമേഹമുള്ളവരിലാണെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഈ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നാൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അത് ഉണങ്ങാനും അതിന്റെ കെയറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ നെയിൽസ് ട്രിം ചെയ്യുന്ന സമയത്ത് ഒരുപാട് കോർണർ ഷാർപ്പായിട്ട് ഇരിക്കാത്ത തരത്തിൽ നമ്മൾ നീറ്റായിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഏഴാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ തന്നെ നമ്മുടെ കാലുകളിൽ ചെറിയ ലെഷൻസോ അല്ലെങ്കിൽ കാലസസോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്വന്തമായിട്ട് റിമൂവ് ചെയ്യാതിരിക്കുക. കാരണം ചിലപ്പോൾ ആ ഒരു ചെറിയ ലെഷൻ നമ്മൾ സ്വന്തമായിട്ട് നഖം കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും എക്യുപ്മെന്റ് കൊണ്ടോ അടർത്തിയെടുക്കുന്ന സമയത്ത് ചുറ്റുമുള്ള സ്കിന്നിന് അത് ഇൻഫെക്ഷൻ ആവാനും അതുവഴി നമ്മുടെ കാല് മൊത്തത്തിൽ ഇൻഫെക്ട് ആവാനുമുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് അങ്ങനെ ലെഷൻസോ കാലസസോ ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കാതെ പെഡിയാട്രിസ്റ്റ്, അതായത് നമ്മുടെ ഫുഡ് സ്പെഷ്യലിസ്റ്റിനെ കൊണ്ടുപോയിട്ട് കാണിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതേപോലെ തന്നെ നമ്മളിപ്പോ പെഡിയാട്രിസ്റ്റിന്റെ കാര്യം പറഞ്ഞു അല്ലെ, ഫുഡ് സ്പെഷ്യലിസ്റ്റിന്റെ കാര്യം പറഞ്ഞു. ഡയബറ്റീസ് ഉള്ള ഒരാളാണെങ്കിൽ ഒരു അപ്പോയിന്റ്മെന്റ് സ്കെഡ്യൂൾ ചെയ്ത് പെഡിയാട്രിസ്റ്റിനെ പോയി കാണുന്നത് ഒരുപാട് നല്ലതാണ്. നമുക്ക് ഏതെങ്കിലും തരത്തിൽ നെർവ് ഡാമേജ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടും അതിന്റെ ട്രീറ്റ്മെന്റ് വളരെ നേരത്തെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടും സാധിക്കും. അതുകൊണ്ട് തന്നെ ഫുഡിന് വേണ്ടിയിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കുന്നത് വളരെയധികം നല്ലതാണ്. നമ്മൾ എപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ നമ്മൾ അധികം കാര്യമാക്കി എടുക്കാറില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു ഡയബറ്റീസ് ഉള്ള ഒരാളാണ്, കാലിന്റെ കെയർ അത്രയും സൂക്ഷിച്ച് നമ്മൾ എടുക്കണം. പക്ഷെ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, ചെറിയ മുറിവൊക്കെ ആണെങ്കിൽ നോക്കട്ടെ കുറച്ചു ദിവസം കൂടെ കഴിയട്ടെ, ചെറിയൊരു മുറിവേ ഉള്ളൂ, ഒരിക്കലും അത് ചെയ്യാനായിട്ട് പാടില്ല. പ്രത്യേകിച്ച്
പ്രമേഹമുള്ളവരാണ് എങ്കിൽ നമ്മൾ ചെറിയ മുറിവുകൾ വരെ കാര്യമായിട്ട് എടുക്കണം. അത് നമ്മൾ ഡോക്ടറുടെ അടുത്ത് കൺസൾട്ട് ചെയ്യാൻ വേണം. കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ ചെറിയ മുറിവുകൾ ഡീപ്പ് വൂണ്ട് ആവാനും അറ്റ് എക്സ്ട്രീം കേസസിലൊക്കെ ആംപ്യൂട്ടേഷൻ വരെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. കാരണം വൂണ്ട് കയറി പോവുകയാണെങ്കിൽ അത് ഇൻഫെക്റ്റും കൂടെ ആവുകയാണെങ്കിൽ നമ്മുടെ കാല് മൊത്തത്തിൽ അത് സ്പ്രെഡ് ആവാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് കാലിലെ ഏതൊരു ചെറിയ മുറിവും അത്രയും സീരിയസ്നെസ്സോടുകൂടി കാണുകയും അത് പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കുകയും തന്നെ ചെയ്യണം. ഇനിയാണ് പ്രധാനമായിട്ടുള്ള കാര്യം വരുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നമ്മുടെ കാലുകളിലെ മുറിവ്, അതായത് ഈ ന്യൂറോപ്പതി എന്ന് പറഞ്ഞ നെർവ് ഡാമേജ് സംഭവിക്കുന്നത് പ്രോപ്പറായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻസ് ഇല്ലാതാകുമ്പോഴാണ്. ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ ശരീരത്തിൽ നമുക്കൊരു നംനെസ് ഫീൽ ചെയ്യുക, ഒരു തരിപ്പൊക്കെ ഫീൽ ചെയ്യുന്നത് ആ ഭാഗത്ത് ശരിക്കും നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോഴാണ്. ബ്ലഡ് സർക്കുലേഷൻ കുറയുന്ന സമയത്ത് അത് നെർവ് ഡാമേജിനൊക്കെ കാര്യമാകുന്നുണ്ട്. അതാണ് നമ്മൾ ന്യൂറോപ്പതി എന്ന് പറഞ്ഞത്. പൊതുവെ സ്മോക്കിംഗ് ഈ ബ്ലഡ് സർക്കുലേഷൻ കുറയ്ക്കും. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഫ്ലോയിൽ ഓക്സിജന്റെ അളവ് കുറയാനായിട്ട് ഈ സ്മോക്കിംഗ് കാരണമാകുന്നുണ്ട്. മുറിവ് ഉണങ്ങാനുള്ള സമയപരിധി കൂട്ടാനും അത് പഴുക്കാനുള്ള സാധ്യതയിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്മോക്ക് ചെയ്യുന്നവരിൽ മുറിവ് ഉണങ്ങാനായിട്ട് ഒരുപാട് കാലതാമസം എടുക്കും. അതുകൊണ്ട് തന്നെ അവരുടെ മുറിവുകളൊക്കെ പഴുക്കുന്നതായിട്ട് കാണാൻ പറ്റും. എസ്പെഷ്യലി ഡയബറ്റീസ് ഉള്ളവരാണെങ്കിൽ ഇത് എക്സ്ട്രീം ആയിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ പ്രത്യേകമായിട്ട് പറയേണ്ട കാര്യം, ഡയബറ്റീസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ പുകവലി ക്രമേണ കുറച്ച് വരിക. നമുക്കറിയാം, പെട്ടെന്നൊരു ദിവസം നമുക്കുണ്ടായിരുന്ന ഒരു ശീലം കുറയ്ക്കാനായിട്ട് പറ്റില്ല. അത് എന്തിന്റെ കാര്യത്തിലാണെങ്കിലും, ഈവൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലാണെങ്കിൽ പോലും, നമ്മൾ മുൻപത്തെ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്ഥിരമായിട്ടൊരു ചായ കുടിച്ച് വരുന്ന ആളാണെങ്കിൽ പോലും നമുക്കത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. കാലക്രമേണ നമുക്ക് കുറച്ചുകൊണ്ട് വരാനേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ സ്മോക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കാലക്രമേണ അത് കുറച്ചുകൊണ്ട് വരാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ കാലുകൾക്ക് മസാജ് കൊടുക്കുന്നത്, അപ്പൊ എല്ലാ ദിവസവും രാത്രിയിൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കാലുകൾക്ക് നല്ലൊരു മസാജ് ഒക്കെ കൊടുക്കുന്നത് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഉണ്ടാവാനായിട്ട് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം പറഞ്ഞതുപോലെ ഡയബറ്റീസ് ഉള്ളവർ ഫുഡ് കെയറിനോടൊപ്പം തന്നെ ഡയറ്റ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക, കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക, വെള്ളം ധാരാളം കുടിക്കുക. ഡയബറ്റീസ് കിഡ്നിക്ക് ഒന്നും ബുദ്ധിമുട്ടില്ലാത്തവരാണെങ്കിൽ വെള്ളം ധാരാളം കുടിക്കാനായിട്ട് ശ്രമിക്കുക. ഫുഡ് കെയറിനായിട്ട് നമ്മൾ മുൻപ് സംസാരിച്ച 10 കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നമ്മുടെ വീഡിയോയിൽ നിന്നും കുറച്ചെങ്കിലും ഇൻഫർമേഷൻ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്